പ്രിയപ്പെട്ടവരെ, വെൽക്കം ബാക്ക്. ഒരു പ്രയോഗമുണ്ടേ, പട്ടിയെ പോലെ കിടന്ന് പണിയെടുക്കുന്നു എന്ന്. അങ്ങനെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും അതിന് പട്ടികളെന്ത് പണിയെടുക്കുന്നതെന്ന്. പക്ഷെ അത് അങ്ങനെയല്ലെന്നേ. കാവൽ പട്ടികളുടെ ജോലിയാണ്, നമുക്കറിയാം. പക്ഷെ അതൊന്നുമല്ലാതെ കുറേ അധികം ഉത്തരവാദിത്വമുള്ള കുറേ കാര്യങ്ങൾ കൂടി അവർ നിറവേറ്റുന്നുണ്ട്. അതിലൊരു അനുഭവം ഞാൻ പറയാം. വയനാട് ചൂരൽമല ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരെ, കാണാതായവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് നായ്ക്കൾ നടത്തിയ ഇടപെടൽ ശ്രദ്ധേയമാണ്. അതിന് ഞാൻ അനുഭവസ്ഥനാണ്, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വയനാട്ടിലെ പോലീസിലെ സഹായിക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ തൂഫാനിലും മറ്റു സങ്കീർണ ഘട്ടങ്ങളിലുമെല്ലാം ഒരു പരാതികളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചില പടയാളികളുണ്ട്. അവരെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് വയനാട്ടിൽ നിന്നും കാളിദാസൻ ദേവദത്തൻ പറയുന്നത്. കുറച്ച് വാറിയേഴ്സിനെ കാണാൻ ഇറങ്ങിയതാണ്. ഈ തൂഫാൻ വാറിയേഴ്സ്, ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ തൂഫാൻ വാറിയേഴ്സായി ഏറ്റവും അധികം പണിയെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ മാത്രമല്ല, അവരുടെ കൂടെ വേറെയും കുറച്ച് വാറിയേഴ്സ് ഉണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം. ഈ പട്ടിയെപ്പോലെ പണിയെടുക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ പണിയെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ ഒന്ന് കാണാം. വയനാട് പുത്തൂർവയലിലെ ക്യാമ്പിലാണ്. ഇവിടെയാണ് നമ്മുടെ തൂഫാൻ വാറിയേഴ്സും അതേപോലെ ദുരന്തമുഖത്തെ വാറിയേഴ്സും ഒക്കെ ഉള്ളത്. പടയാളികൾ, ആ പടയാളികൾ ഇവിടെയുണ്ട്. 5 പേരുണ്ടെന്നാണ് കേട്ടത്. സുധീർ സാറുണ്ട് നമ്മുടെ ഇവിടെ. സുധീർ സാർ, ഇവിടെ എത്ര പേരുണ്ട്? 5 പേരുണ്ടെന്നാണ് ഞാൻ കേട്ടത്. 5 ഡോഗാണുള്ളത്. 5 ഡോഗാണ് വയനാട് കാനൺ സ്കൂളിൽ ഇപ്പോൾ നിലവിൽ 5 ഡോഗുകളാണ്. അപ്പം അവർ കാലങ്ങളായിട്ട് ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദുരന്തമുഖങ്ങളിലും അതേപോലെ തന്നെ നാർക്കോട്ടിക് വിഭാഗങ്ങളിലും ഒക്കെ ഒരുപാട് കീർത്തി നേടിത്തന്ന ഡോഗുകളാണ്. അപ്പം ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ള ബ്രീഡുകൾ? ഏതൊക്കെയാണ് ബ്രീഡുകൾ? ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 2 ബ്രീഡേ ഉള്ളൂ വയനാട് ജില്ലയിൽ. ലാബ്രഡോറും പിന്നെ ബെൽജിയം മെൽനോയ്സും. ബെൽജിയം മെൽനോയ്സും ഒരു ഡോഗ്, ബാക്കിയുള്ള 4 ഡോഗും ലാബ്രഡോറാണ്. ഇപ്പം ഇവർക്കൊക്കെ എത്ര വയസ്സായി? എല്ലാവർക്കും 6 വയസ്സിന്റെ മേലെയായി. 2 ഡോഗുകൾക്ക് 10 വയസ്സ് കഴിഞ്ഞു. അപ്പം വിരമിക്കാറായി. 10 വയസ്സാണ് വിരമിക്കൽ പ്രായം. അപ്പോൾ വിരമിക്കാറിൻ്റെ 2 പേര് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ വയനാട്ടിലെ 4 പോരാളികൾ. ഇതാണ് ലീല, ഇവള് ട്രാക്കർ ഡോഗാണ് ലീല. അതേപോലെ പിങ്കി, അതാ പിങ്കി ഇച്ചിരി സീനാണ്. പിങ്കിയും ട്രാക്കറാണ്. മോനു ഇത് എക്സ്പ്ലോസീവ്സിനായിട്ടുള്ള അല്ലേ, അതായത് ഇപ്പോൾ ബോംബ് സ്ക്വാഡുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ VIP വരുന്ന സമയത്ത്. അതേപോലെ പിന്നെ അടുത്തതാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. നമ്മൾ വയനാടിനെ സംബന്ധിച്ച് ഈ ദുരന്തമുഖങ്ങൾ 3 ദുരന്തങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ സമയങ്ങളിലൊക്കെ ഈ ജീവനുള്ള ശരീരങ്ങൾ, ഈ മണ്ണിനടിയിൽപ്പെട്ട ജീവനുള്ള ശരീരങ്ങളൊക്കെ കണ്ടെത്താനൊക്കെ ഏറ്റവും അധികം ഉപകരിക്കുന്നത് സെർച്ച് ആൻഡ് റെസ്ക്യൂ വിഭാഗമാണ്. അതാണ് മാഗി. കൂട്ടത്തിലെ ഒരേ ഒരു ആൺതരി മോനു എക്സ്പ്ലോസീവ് ഡോഗാണ്. അപ്പോൾ മോനു എങ്ങനെയാണ് ഈ എക്സ്പ്ലോസീവ്സ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണെന്നുള്ളത് മോനു തന്നെ കാണിച്ചു തരും. അതാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞ കേട്ടോ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കൃത്യം അവിടെ ഇരിക്കുക എന്നുള്ളത് അർത്ഥമാണ്. അത് പിന്നും അവിടെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് വീണ്ടും ഒന്ന് സ്നിഫ് ചെയ്യും. യെസ്, ഉറപ്പിച്ചു. നമ്മൾ തേടി വന്ന തൂഫാൻ വാരിയർ ഇവനാണ് കേട്ടോ. ഇവനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തൂഫാൻ വാരിയർ. നാർക്കോട്ടിക് വിഭാഗം ഡോഗാണ്. സുൽത്താൻ എന്നാണ് പേര്. 7.5 വയസ്സായി. ഇപ്പം കക്ഷി കുറച്ച് ക്ഷീണത്തിലാണ്.
ഇപ്പം ഈ തൂഫാൻ വേട്ടയുടെ ഭാഗമായിട്ടൊന്നും കുറച്ചധികം പണിയുണ്ടായിരുന്നല്ലേ? പണിയുണ്ടായിരുന്നു. ആ, അപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇപ്പോൾ തുടങ്ങിയതിന് ശേഷം അതിൻ്റേതായിട്ടുള്ള ഓട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഡ്യൂട്ടി ഉണ്ടായിരുന്നു. നല്ല ഓട്ടമുണ്ട്. നല്ല ഓട്ടം. ഒരു സ്നിഫർ നായയുടെ അതിനേക്കാളും ട്രാക്കർ ഡോഗ് എന്നാണ് പറയുക. ഇവിടെ 2 ട്രാക്കർ ഡോഗാണുള്ളത്. ഇവിടെ ഇപ്പം അതെങ്ങനെയാണ് ആ സ്മെല്ല് എടുക്കുക, ആ സ്മെല്ലിൽ നിന്ന് അയാളെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ചെറിയ കുറച്ച് കർച്ചീഫുകൾ വെച്ചിട്ടുണ്ട്. നേരെ ലീല നേരെ പോയി ഈ കർച്ചീഫുകളെല്ലാം മണക്കും. അതോടൊപ്പം ഇവിടെയുള്ള ഒരു ട്രെയിനറുടെ കർച്ചീഫും കൂടെ ഉണ്ട്. ആ ട്രെയിനറിൻ്റെ സ്മെല്ല് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ സ്മെല്ല് വെച്ചിട്ട് ആ സ്മെല്ല് കൃത്യമായി അത് കണ്ടുപിടിക്കുക എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ ഒരു ടാസ്ക്. അതിപ്പം തുടങ്ങാൻ പോവുക. ഇനി ഒരറ്റത്തുനിന്ന് മെല്ലെ അവിടെ നിന്ന് തിരിഞ്ഞ് ഈ പരിപാടിയിലേക്ക് കടക്കും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ആനപ്പാപ്പാന്മാരുടെ പോലെയാണ്. പക്ഷേ ആനേക്കാളും എളുപ്പമാണോ ഇത്? ആണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പം അതൊക്കെ വളരെ നിസ്സാരമാണെന്നാണ് നമ്മുടെ K9 സ്ക്വാഡ് പറയുന്നത്. എന്തായാലും ഈ പടയാളികൾ, ഈ വാരിയേഴ്സിൻ്റെ കഥയാണ് ഈ ആഴ്ച. അടുത്ത ആഴ്ച ക്യാമറാമാൻ മനു താപത്തിനൊപ്പം ഞാൻ കാളിദാസൻ ദേവദത്തം വരും പുതിയൊരു കഥയുമായി. വെയിറ്റ് ആൻഡ് വാച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.